ഇന്നത്തെ വീഡിയോ മമ്മൂട്ടി ഫാൻസിന് സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണ്. അതേ മറിച്ച് മോഹൻലാൽ ഫാൻസിന് സങ്കടം നൽകുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. മോഹൻലാലിന്റെ ഒരു സിനിമ ഈ അടുത്ത് റിലീസായി. മലയാളം കണ്ട ഏറ്റവും വലിയ ഹൈപ്പിൽ ഇറങ്ങിയ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിരുന്നു ലിജോ ജോസ് പലിശ്ശേരി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനെ എത്തിയ മലൈക്കോട്ടെ വാലിബൻ. ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമ, വലിയൊരു ബിഗ് ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചത്. ഏകദേശം 65 കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമ ഈ ഒരു 24 ദിവസത്തിന്റെ അടുത്തേക്ക് പിന്നിടുകയാണ്. ജനുവരി 25 തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സിനിമ ഇത്രയും ദിവസത്തിനിടയ്ക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് വെറും 30 കോടിക്ക് അടുത്താണ്. അതായത് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റിന്റെ പകുതി പോയി ഈ സിനിമ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മിക്സഡ് റിവ്യൂസ്, നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഈ സിനിമയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായി. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പരാജയത്തിനുള്ള ഏറ്റവും വലിയ കാരണം. അത് നമുക്ക് എന്തായാലും അംഗീകരിച്ച് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമ ഡിസാസ്റ്റർ ആയിട്ട്, അതായത് ഒരു ദുരന്തമായിട്ടാണ് ഈ ഒരു സിനിമയെ നമുക്ക് കണക്കാക്കേണ്ടത്. നിർമ്മിച്ച പൈസ പോലും ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷനെ മൊത്തം വെറും 4 ദിവസം കൊണ്ട് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഭ്രമയുഗം എന്ന ഈ ഒരു മമ്മൂക്ക ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 11,85,00,000 രൂപയും ഇന്ത്യക്കകത്തുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 3,39,00,000 രൂപയും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് 17,69,00,000 രൂപയുമാണ് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 32,93,00,000 രൂപ ഈ ഒരു സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് നമുക്കിപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. റിലീസ് ചെയ്ത എല്ലാ സെന്ററുകളിൽ നിന്നും മികച്ച അഭിപ്രായം, അത് നമ്മുടെ കേരളത്തിൽ നിന്നും മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലും വലിയ ഡിമാൻഡാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് ഈ സിനിമ മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തന്നെ മറികടക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഭ്രമയുഗം. അതുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് മമ്മൂട്ടി ഫാൻസിനെ സന്തോഷിപ്പിക്കുന്ന വീഡിയോ ആയിരിക്കും, മോഹൻലാൽ ഫാൻസിനെ സങ്കടപ്പെടുന്ന വീഡിയോ ആയിരിക്കും. സിനിമകളുടെ കളക്ഷന്റെ അടിസ്ഥാനത്തിലൊന്നല്ല നമ്മൾ സിനിമയെ വിലയിരുത്തുന്നത്, എങ്കിൽ കൂടി കളക്ഷന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് കമ്പാരിസൺ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.